സർക്കാരിന് നടപ്പ് സാമ്പത്തിക വർഷം പുതിയ മദ്യനയമില്ല. വരുന്ന സാമ്പത്തിക വർഷത്തേക്കാണ് മദ്യനയം വരുന്നത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് അടക്കം ഉദാര സമീപനമാകും പുതിയ നയത്തിൻ്റെ മുഖമുദ്ര. രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ അടുത്ത മുന്നണി യോഗത്തിന് ശേഷം നയം പുറത്തിറക്കും. വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തോടുള്ള പ്രതികരണമെന്ന നിലയിലാണ് എക്സൈസ് വകുപ്പ് പുതിയ മദ്യനയത്തെ സമീപിക്കുന്നത്. മദ്യനയത്തിലെ യാഥാസ്ഥിതിക സമീപനങ്ങളെല്ലാം പൊളിച്ചെഴുതുന്ന നയമാണ് വകുപ്പിൽ തയ്യാറായിരിക്കുന്നത്. 1-ാം തീയതി മദ്യവിൽപ്പന നിരോധിക്കുന്ന ഡ്രൈ ഡേ ഒഴിവാക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് രൂപപ്പെട്ടത്. നേരത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഈ നിർദ്ദേശം വെച്ചപ്പോൾ അനുകൂല നിലപാടെടുക്കാതിരുന്ന മന്ത്രി എം രാജേഷ് പുതിയ വിവാദത്തോടെ പരിഷ്കാരങ്ങളാവാം എന്ന സമീപനത്തിലേക്ക് വന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുമ്പോൾ മദ്യം ഒഴുക്കുന്നുവെന്ന വിമർശനത്തിനുള്ള സാധ്യത എക്സൈസ് വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ അനുമതിക്ക് കാത്തിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയിലെ ചർച്ചയ്ക്ക് ശേഷം 19 ചേരുന്ന മുന്നണി യോഗത്തിലും കരട് മദ്യനയം ചർച്ചയ്ക്ക് വന്നേക്കും. മദ്യനയം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. മിക്കവാറും ഈ മാസം വരും. ഇനിയിപ്പോൾ ഒരു വർഷത്തിൻ്റെ കാര്യമില്ലല്ലോ, ഒരു വർഷം കഴിയാറായില്ലേ. IT പാർക്കുകൾ അനുവദിച്ച ബാറുകളുടെ നടത്തിപ്പ് ആരെ ഏൽപ്പിക്കണമെന്നതിലും പുതിയ മദ്യനയം വ്യക്തത വരുത്തും. ബാറുടമകളെ തന്നെ നടത്തിപ്പ് ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർത്തു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ച് മദ്യശാല നടത്തി പരിചയസമ്പത്തുള്ളവരെ തന്നെ നടത്തിപ്പ് ഏൽപ്പിച്ചേക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മദ്യലഭ്യത ഉറപ്പാക്കുന്നതിന് സഹകരമായ പ്രഖ്യാപനങ്ങളും പുതിയ മദ്യനയത്തിലുണ്ടാകും. കേരളത്തിന്റെ തനത് പാനീയമായ കള്ളിന്റെ വിപണനത്തിലുള്ള വ്യവസ്ഥകളും ഉദാരമാക്കിയേക്കും. ബാർ ലൈസൻസ് ഫീസ് കൂട്ടുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതിലും രാഷ്ട്രീയ അനുമതി കാക്കുകയാണ്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.